Good morning, students. Today we are going to discuss about money and banking. Money is one of the most important invention of mankind. It is often compared to the invention of fire in science and wheel in technology. Development of exchange and increase in market transactions necessitates the introduction of money. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് മണി. മണിയുടെ കണ്ടുപിടുത്തത്തെ സയൻസിൽ തീയുടെ കണ്ടുപിടുത്തത്തോടും അതുപോലെ ടെക്നോളജിയിൽ വീലിൻ്റെ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിനോടും ഉപമിക്കാറുണ്ട്. ആധുനിക യുഗത്തിൽ ധാരാളം കൈമാറ്റങ്ങൾ വിനിമയങ്ങൾ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഒരു നല്ല ഏജൻറ്റ് ട്രാൻസാക്ഷൻ നടത്താനൊക്കെ ഒരു നല്ല ഏജൻറ്റ് അത്യാവശ്യമായിരുന്നു. അതാണ് മണിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. The early system of exchange without the medium of exchange is called barter system. Barter system of exchange. Exchange of goods for goods is known as barter exchange. Under this system, goods are exchanged for goods. There are several difficulties for barter system. ആദ്യം പണം കണ്ടുപിടിക്കുന്നതിന് മുൻപ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് ബാർട്ടർ സമ്പ്രദായം അനുസരിച്ചാണ്. ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക. അതിനെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. പക്ഷേ ഈ സമ്പ്രദായത്തിന് ധാരാളം പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകളാണ് പണത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചത്. The first difficulty of barter system is absence of double coincidence of wants. Double coincidence of wants. എന്താണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് എനിക്ക് ആവശ്യം ക്ലോത്ത്സാണ്, വസ്ത്രങ്ങളാണ്. എൻ്റെ കയ്യിൽ വിൽക്കാനുള്ളത് റൈസാണ്, അരിയാണ് എനിക്ക് വിൽക്കാനുള്ളത്. എനിക്ക് ആവശ്യം വസ്ത്രങ്ങളാണ്. അപ്പം ഞാൻ ഒരാളെ കണ്ടുപിടിക്കണം, അരി ആവശ്യമുള്ളതും വസ്ത്രം വിൽക്കാനുമുള്ളത്. ആളുടെ കയ്യിൽ വസ്ത്രങ്ങൾ വിൽക്കാൻ ഉണ്ടാകണം, അതുപോലെ അയാൾക്ക് അരി ആവശ്യമാകണം. അങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിക്കുക അത് വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഒന്നാമത്തെ ഡിഫിക്കൽറ്റി, ആബ്സെൻസ് ഓഫ് ഡബിൾ കോ ഇൻസിഡൻസ് ഓഫ് വാണ്ട്സ്. രണ്ടു പേരുടെയും ആവശ്യങ്ങൾ ഒന്നിച്ചു ചേരണം, അത് പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. നമ്പർ 2, ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. സാധനങ്ങളുടെ മൂല്യം അളക്കാൻ ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ ഉണ്ടായിരുന്നില്ല. നമ്പർ 3, ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. Under barter system, there is no store of value. നമ്മുടെ സമ്പാദ്യം സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ഉണ്ടായിരുന്നില്ല. Then lack of standard of deferred payment. Another important difficulty of barter system is lack of standard of deferred payment. Deferred payment എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കാവുന്ന ഒരു സിസ്റ്റം അതില്ല. അങ്ങനെ ഡിഫേർഡ് പേയ്മെൻറ്റിൽ വരുമ്പോൾ പലപ്പോഴും പല സാധനങ്ങളുടെയും മൂല്യത്തിൽ വ്യത്യാസം വരുന്നു. ദെൻ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രോബ്ലം ഓഫ് ഇൻഡിവിസിബിലിറ്റി. അനദർ ഇമ്പോർട്ടൻറ്റ് ഡിഫിക്കൽറ്റി ഓഫ് ബാർട്ടർ സിസ്റ്റം ഈസ് പ്രോബ്ലം ഓഫ് ഇൻഡിവിസിബിലിറ്റി. മുറിച്ച് പങ്കുവയ്ക്കുക, അതാണ് ഇൻഡിവിസിബിലിറ്റി, അതിന് സാധിക്കാത്തത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പശുവുണ്ട്, എനിക്ക് ആവശ്യം അരിയാണ്. എനിക്ക്
ആ സിസ്റ്റം അനുസരിച്ച് ഒരു പശുവിന് ഒരു ചാക്ക് അരി അങ്ങനെയാണ് കൈമാറ്റം നടന്നിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ചാക്ക് അരിയുടെ ആവശ്യമില്ല, അരച്ചാക്ക് അരി മതി. അപ്പോൾ അരച്ചാക്ക് അരിക്ക് അരപ്പശു, പകുതി പശുവിനെ നമുക്ക് കിട്ടില്ല. അത് ഒരു പ്രോബ്ലം ഓഫ് ഇൻഡിവിസിബിലിറ്റി. അങ്ങനെ മുറിച്ച് പാകപ്പെടുത്തി കൈമാറ്റം ചെയ്യാൻ പല ബുദ്ധിമുട്ടുകളും പല സാധനങ്ങൾക്കും ഉണ്ടായിരുന്നു. So these are the important difficulties of barter system which leads to the invention of money. Number 1, absence of double coincidence of funds, absence of common measure of value, lack of store of value, lack of standard of deferred payment. Number 5, problem of indivisibility. These problems leads to the invention of money. What is money? According to Walker, money is what money does. മണി എന്ന് പറഞ്ഞാൽ എന്താണോ മണി ചെയ്യുന്നത്, പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. മണി ഈസ് ഡിഫൈൻഡ് ആസ് എനിത്തിങ് which is generally accepted as a store of value, a unit of account, a measure of standard of deferred payment, etc. Money performs several functions. The important functions of money are divided into 3. We can charter the functions of money into 3 groups. First group is primary functions. Primary functions are again divided into 2. Number 1, a medium of exchange. Money is used for transaction purposes. For exchanging goods, money is used as a medium. Then the second function under this heading is a measure of value. Money acts as a measure of value. സാധനങ്ങളുടെ മൂല്യം അളക്കാൻ നമ്മൾ ഒരു മെഷറിംഗ് റോഡായിട്ട് മണി ഉപയോഗിക്കുന്നു. The value of goods expressed in money is called price. വില എന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റിൻ്റെയും പണത്തിലുള്ള മൂല്യത്തിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. So the primary functions of money are number 1, a medium of exchange, number 2, a measure of value. The secondary functions are number 1, a store of value. We can store the values of goods in the form of money. പൈസയുടെ രൂപത്തിൽ നമുക്ക് വാല്യൂ, സാധനങ്ങളുടെ വാല്യൂ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. സാധനങ്ങളായിട്ട് സൂക്ഷിക്കുമ്പോൾ ധാരാളം സ്ഥലവും ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ പല സാധനങ്ങളും പെരിഷബിളാണ്, നശിച്ചു പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് അതെല്ലാം വിറ്റ് പൈസയാക്കി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. Then next function under secondary function is a standard of deferred payment. Deferred payment എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു പല കടങ്ങളൊക്കെ വാങ്ങി നമ്മൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാറുണ്ട്. അതിന് മണി ഉപയോഗിക്കുന്നു. എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, എ മീഡിയം ഓഫ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. സാധനങ്ങളുടെ വാല്യൂ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അതിനുപയോഗിക്കുന്ന ഒന്നാണ് മണി. A store of value, a standard of deferred payments, and a transfer of value is the important secondary functions of money. The third group of functions are called contingent functions. The important contingent functions are number 1, basis of credit. Money acts as a basis for credit. Number 2, helps in distribution of national income. National income is the income of a country. This national income is distributed among the people as factor income. So, money is helpful to distribute the national income of a country as factor rewards. Then money is the most form of liquidity.
money has the highest liquidity. Liquidity means the ready purchasing power of a commodity. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് എടുത്ത് ചിലവാക്കാൻ പറ്റുന്ന ഒന്നാണ് ലിക്വിഡിറ്റി. അതാണ് മണി കൊണ്ട് നമുക്ക് എന്തും പെട്ടെന്ന് സാധിച്ചു കിട്ടും. ദെൻ ഗ്യാരണ്ടർ ഓഫ് സോൾവൻസി, നമുക്ക് പിന്നീട് കടം വാങ്ങിയതൊക്കെ പിന്നീട് തിരിച്ചു കൊടുക്കാൻ ഒരു ഗ്യാരണ്ടറായിട്ട് മണി പ്രവർത്തിക്കുന്നു. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോണ്ടിജൻറ്റ് ഫങ്ഷൻസ് ഓഫ് മണി. നമ്പർ 1 basis of credit, number 2 helps in distribution of national income, number 3 liquidity. Money has the most liquid form of credit. Then guarantor of solvency. So we can conclude the class. The important functions are divided into primary functions, secondary functions and tertiary functions. Before the invention of money, there exists the barter system of exchange. There are several difficulties for barter system. These difficulties leads to the invention of money. Let's see in the next class. Thank you.